അമീബിക് മസ്തിഷ്ക ജ്വരം വടക്കൻ കേരളത്തിൽ അപകടകരമായ സാഹചര്യത്തിൽ 2 മാസത്തിനിടെ രോഗം സ്ഥിരീകരിച്ചത് 5 പേർക്കാണ്. ചികിത്സയിൽ കഴിയുന്ന 3-ൽ 2 പേരുടെയും നില ഗുരുതരമാണ്. രോഗം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നതിൽ അന്താളിച്ച ആരോഗ്യവകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശം ഇന്ന് പുറത്തിറക്കും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ അപകടകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തിക്കോടി പഞ്ചായത്തിലെ പള്ളിക്കരയിൽ 2 കുട്ടികൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന സംശയം കൂടി വന്നതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ ഒരാളെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരു കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ഇരുവരും കീഴൂരിലെ പൊതുകുളത്തിൽ കുളിച്ചവരാണ്. കൂടുതൽ പേർക്ക് രോഗം സംശയിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. രോഗത്തെക്കുറിച്ചും രോഗം കൈകാര്യം ചെയ്യുന്ന വിധത്തെക്കുറിച്ചും ആരോഗ്യവകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശം ഇന്ന് പുറത്തിറക്കിയേക്കും. ആരോഗ്യവകുപ്പ് തയ്യാറാക്കുന്ന ഈ മാർഗരേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് കേരളത്തിൽ വീണ്ടും രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തെക്കുറിച്ച് പ്രത്യേക പഠനവും ആരംഭിച്ചിരുന്നു. ഒഴുക്കു കുറഞ്ഞ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന രോഗകാരിയായ അമീബ മൂക്കിലെയും ചെവിയിലെയും നേർത്ത സ്ഥലങ്ങളും സുഷിരങ്ങളും വഴിയാണ് തലച്ചോറിലേക്ക് കടക്കുന്നത്. അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് പ്രധാന വെല്ലുവിളി. 100% മരണനിരക്ക് എന്നതും ആശങ്ക ഇരട്ടിയാക്കുന്നു. ജനം, തിരുവനന്തപുരം.